Dear students, so let us start our portions. Okay, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇൻകം ടാക്സിൻ്റെ പോർഷൻ ആയിരിക്കും ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ 6th സെമ്മിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് എന്നുള്ളത് 5th പഠിച്ച ടാക്സിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടിന്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മെക്കാനിസത്തിലൂടെ പഠിക്കുന്നത്. അതുമാത്രമല്ല, യു നോ ദാറ്റ് ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ്. ഒരു SSC എത്ര ടാക്സ് കൊടുക്കണം എന്നുള്ളത് ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അതിന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ആ സ്റ്റെപ്സാണ് നിങ്ങൾ പല ചാപ്റ്റേഴ്സായിട്ട് 5th സെമ്മിലും അതിൻ്റെ ബാക്കി 6th പഠിക്കണം. അപ്പോൾ ആ ഓവറോൾ സ്റ്റെപ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ മെക്കാനിസം ഓഫ് ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ എന്നുള്ളൊരു ടോപ്പിക്കിലൂടെ നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്സാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് നിങ്ങൾക്ക് പല ചാപ്റ്റേഴ്സായിട്ട് 5th 6th ടാക്സ് ഇൻകം ടാക്സ് എന്നുള്ള പോർഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ മെക്കാനിസം ഓഫ് ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ, ഇൻകം ടാക്സ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് ടോപ്പിക്. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ്. സോ ദ ഫസ്റ്റ്, ആദ്യം ഒരു ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷനിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് അല്ലേ? SSCയുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഡിറ്റർമിനേഷനാണ് ഫസ്റ്റ് അല്ലേ? നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ 5th സെമ്മിലെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എന്നുള്ളത്. സോ SSC മേ ബി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ് അല്ലേ? ഇതെന്തുകൊണ്ടാണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആദ്യം ഡിറ്റർമൈൻ ചെയ്യുന്നത്? Because you know that for certain income residents are only need to pay tax അല്ല. ചില ഇൻകത്തിന് റെസിഡൻറ്റ് മാത്രം ടാക്സ് കൊടുത്താൽ മതി. പക്ഷേ വേറെ ചില ഇൻകത്തിന് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം, ചിലതിന് നോൺ റെസിഡൻറ്റും ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻകത്തിനും എല്ലാവരും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ്, സോ അതുകൊണ്ട് SSC റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ളതാണ് ആദ്യം ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അതിൻ്റെ ബേസിസിലാണ് ഏത് ഇൻകത്തിന് ആര് ടാക്സ് കൊടുക്കുന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. സോ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഡിറ്റർമിനേഷൻ ഈസ് ദ preliminary step in the income tax computation. That is, at first the SSC have to determine his status, that is whether he is coming under the category of resident or not ordinarily resident or non-resident. You know that it is based on basic conditions and additional conditions അല്ലേ? certain basic conditionസും additional conditionസും സാറ്റിസ്ഫൈ ചെയ്യാൻ അനുസരിച്ചിട്ടാണ് SSC റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി ആണോ, നോൺ റെസിഡൻ്റ് ആണോ തീരുമാനിക്കുക. അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതുകൊണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഹെഡ് വൈസ് ടാക്സബിൾ ഇൻകം. എന്താ സെക്കൻഡ് ഹെഡ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഹെഡ് വൈസ് ടാക്സബിൾ ഇൻകം. ഇനി SSCയുടെ ഓരോ ഹെഡിലുമുള്ള ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. യു നോ ദാറ്റ് ദ ഡിഫറെൻറ്റ് ഹെഡ്സ് ആർ, ഏതൊക്കെയാണ് ഹെഡ്സ് ഓഫ് ഇൻകം? സാലറീസ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അത് ഓരോന്നും ഡീൽ ചെയ്യുന്ന സെക്ഷൻസ് ആണ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 5 ഹെഡും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ സാലറി എന്നുള്ള ഹെഡിൽ എന്തൊക്കെയാണ് വരിക, അതെങ്ങനെയാണ് ആഡ് ചെയ്യുക, അതിൽ അലോബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്, യു നോ ദാറ്റ്. ലൈക്ക് ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, ഇൻകം, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതേഴ്സസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 ഹെഡിലുമുള്ള SSCയുടെ ഇൻകംസ് ഓരോ ഹെഡ് വൈസായിട്ട് അസർട്ടൈൻ ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾ 5th സെമ്മിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഈ ആകെ ഈ അതർ സോഴ്സ് വരെയുള്ള ഹെഡ്സ് ഓഫ് ഇൻകംസ് അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. സോ ദീസ് 2 സ്റ്റെപ്സ് ദാറ്റ് യു സ്റ്റഡീഡ് ഇൻ യുവർ 5th സെം. അപ്പോൾ ഇനി ബാക്കി ഓൾമോസ്റ്റ് ഒരു 20 സ്റ്റെപ്സ് ഉണ്ട്. ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷനിൽ എത്രയാണ്? 20 സ്റ്റെപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ 2 സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾ 5th പഠിച്ചത്. അപ്പോൾ ഇനി ബാക്കിയുള്ള 18 സ്റ്റെപ്സാണ് 6th സെമ്മിൽ ആദ്യത്തെ ഒരു മൊഡ്യൂളിലായിട്ട് പഠിക്കുക, ടാക്സിൻ്റെ പോർഷനിൽ. ഓക്കെ, ഇൻകം ടാക്സിൻ്റെ പോർഷനിൽ. സോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ദ തേർഡ് സ്റ്റെപ്പ് ഇസ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. അതായത് ലോസ് ഉണ്ടെങ്കിൽ ലോസസിന് എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ചെയ്ത് അതുപോലെ എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ചെയ്യണം. ഏതൊക്കെയൊരു ലോസസിൻ്റെ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് നോക്കിയേ. ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് ഉണ്ടാവാം അല്ലേ? ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സാലറിയിൽ ഒരിക്കലും ലോസ് ഉണ്ടാവില്ല, കാരണം എംപ്ലോയി വർക്ക് ചെയ്താൽ സാലറി കിട്ടുന്നു, അവിടെ ഡിഡക്ഷൻ കാര്യമായിട്ട് വരാറില്ല. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും കമ്പാരിറ്റീവ്ലി. ഓക്കെ, അപ്പോൾ നോർമലി നമുക്ക് ഡിഡക്ഷൻ എന്ന് പറയണമെങ്കിൽ ലോസ് എന്ന് പറയണമെങ്കിൽ ഇൻകത്തിനേക്കാളും ഡിഡക്ഷൻ കൂടുതലാകുമ്പോഴാണ് ലോസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഹെഡിലായാലും
സോ ലോസ് നോർമലി വരുന്നത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ ക്യാപിറ്റൽ ലോസസ്, ബിസിനസ് ലോസസ്, ഈ ഹെഡിലൊക്കെയാണ് എപ്പോഴും ലോസ് വരിക. അങ്ങനെ SSCക്ക് ലോസസ് ഉണ്ടെങ്കിൽ അതാദ്യം സെറ്റ് ഓഫ് ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന ടാസ്ക്കാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ അത് നിങ്ങൾ ആ ഹെഡിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താ അത്? ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി, SSCക്ക് 2 ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഹൗസ് A ആൻഡ് ഹൗസ് B. ഹൗസ് എയിൽ നിന്ന് ഹൗസ് A സെൽഫ് ഒക്യുപ്പൈഡ് ആണ്, ഹൗസ് B ലെറ്റ് ഔട്ട് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ റിസൾട്ട് ലോസ് ആയിരുന്നു. സോ ലോസ് ഫ്രം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയും അതുപോലെ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ എങ്ങനെയാണ് SSCയുടെ ടോട്ടൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം എഴുതിയിട്ടുണ്ടായിരുന്നത്? ഈ ഇൻകത്തിൽ നിന്ന് ലോസ് മൈനസ് ചെയ്ത് ബാക്കി ഇൻകം മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് സെറ്റ് ഓഫ്. മനസ്സിലായോ? അതായത് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ്, അതായത് ലോസ് മൈനസ് ചെയ്ത് ബാലൻസ് എഴുതുന്ന ടാസ്കിനെയാണ് സിംപ്ലി എന്ത് വിളിക്കുക ടാക്സിൽ? സെറ്റ് ഓഫ്. ഓക്കെ, സോ അപ്പോൾ സെറ്റ് ഓഫ് മെയിൻലി 3 ടൈപ്സ് ഉണ്ട്. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ്, ഇൻഡർ ഹെഡ് സെറ്റ് ഓഫ് ആൻഡ് ആഫ്റ്റർ ഇഫ് എനി ബാലൻസ് ക്യാരി ഫോർവേഡ് ടു സബ്സീക്വൻറ്റ് ഇയേഴ്സ്. ഒന്നുമില്ല, ലോസസ് ഉണ്ടാകുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? വിത്തിൻ ദ ഹെഡ്, ഒരു ഹെഡിൻ്റെ അകത്ത് വെച്ച് തന്നെ സെറ്റ് ഓഫ് ചെയ്യണം. അതാണ് എന്ത്? ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതൊരു ഹെഡാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് വേറൊരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് ബാലൻസ് എഴുതും. അതുപോലെ ഒരു ബിസിനസ് എന്നുള്ള ലോസ് വേറൊരു ബിസിനസ്സിലെ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, അതുപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ ലോങ് ടേം ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. അതുപോലെ ലോങ് ടേം ലോസ് ഉണ്ടെങ്കിൽ ഷോർട്ടുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ ഒരു ഹെഡിനകത്ത് തന്നെ ലോസസ് അതിൽ ഇൻകവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ്, ദാറ്റ് ഈസ് വിത്തിൻ ദ ഹെഡ് സെറ്റ് ഓഫ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഹെഡിനകത്ത് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും ലോസ് ഉണ്ടെങ്കിൽ, എഗെയിൻ ലോസ് ബാക്കിയുണ്ടെങ്കിൽ ആ ലോസിനെ നമുക്ക് വേറെ അതർ ഹെഡ്സുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ലോസ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ലോസ് ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ ബിസിനസ് ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, അതർ സോഴ്സ് ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. മനസ്സിലായോ? സാലറി ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ്, ഇൻഡർ ഹെഡ് സെറ്റ് ഓഫ്. മനസ്സിലായോ? ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ ഹെഡ്സ്. ഒരു ഹെഡിനകത്ത് സെറ്റ് ഓഫ് ചെയ്ത് വീണ്ടും ലോസ് ബാക്കിയുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹെഡിലെ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. മനസ്സിലായോ? എഗെയിൻ വീണ്ടും ലോസ് ബാക്കിയുണ്ടെങ്കിൽ ആ ലോസ് എന്ത് ചെയ്യണം? അടുത്ത വർഷങ്ങളിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യണം. മനസ്സിലായോ? ലോസസ് ക്യാൻ ബി ക്യാരി ഫോർവേഡ്. അപ്പോൾ അടുത്ത വർഷം SSCക്ക് ഈ പെർട്ടിക്കുലർ ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിൽ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിക്ക് മാത്രം ടാക്സ് കൊടുത്താൽ മതി. മനസ്സിലായോ? സോ ലോസ് ഉണ്ടാകുമ്പോൾ ആദ്യം ഹെഡിനകത്ത് വെച്ച് സെറ്റ് ഓഫ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ലോസ് ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹെഡിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക, എഗെയിൻ ലോസ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയേഴ്സിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ദാറ്റ് ഈസ് എ തേർഡ് സ്റ്റെപ്പ്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ക്ലിയർ? ദെൻ ദ ഫോർത്ത് സ്റ്റെപ്പ്, അഗ്രിഗേഷൻ ഓഫ് ഇൻകം. അപ്പോൾ ഇങ്ങനെ ലോസൊക്കെ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തെന്താണ്? അഗ്രിഗേഷൻ ഓഫ് ഇൻകം. അഗ്രിഗേഷൻ മീൻസ് എന്താണ്? അഗ്രിഗേറ്റ് മീൻസ് എന്താണ്? ആഡിങ് സംതിങ്, അല്ലേ? എന്തൊക്കെയോ കൂടി ആഡ് ചെയ്യുന്നതിന് അഗ്രിഗേഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ആഡിങ് സാധാരണ വരിക നോക്കി? ക്ലബിങ് ഓഫ് ഇൻകം. ക്ലബിങ് മീൻസ് എന്താണ്? ക്ലബ് ചെയ്യുക മീൻസ് എന്താ? കൂട്ടിച്ചേർക്കല. അതായത് ചില കേസസിൽ SSCs അവരുടെ ടോട്ടൽ ഇൻകം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അസറ്റ്സോ ഇൻകംസോ ഒക്കെ വേറെ ആരുടെയെങ്കിലും പേരിലേക്ക് എഴുതി വയ്ക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പാരൻസ് എന്ത് ചെയ്യും? കുട്ടികളുടെ പേരിലേക്ക് ഇൻകം ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിൻ്റെ പേരിലായിട്ട് കാണിക്കും. അപ്പോൾ എന്താ? വൈഫിൻ്റെ പേരിൽ അസറ്റ് കിടക്കുമ്പോൾ വൈഫിന് വേറൊരു ഇൻകവും ഇല്ലെങ്കിൽ ടാക്സ് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു പേഴ്സൻ്റെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയോ ടോട്ടൽ ഇൻകമോ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുടെയെങ്കിലും പേരിലേക്ക് നെയിം ദാറ്റ് ഈസ് ഇൻകം ട്രാൻസ്ഫർ ചെയ്താൽ അത് ഇൻകം ടാക്സ് അതോറിറ്റീസ് മനസ്സിലായാൽ അവരെന്ത് ചെയ്യുന്നത്? തിരിച്ച് SSCയുടെ പേരിലേക്ക് ക്ലബ് ചെയ്യുന്നതാണ് ക്ലബിങ് ഓഫ് ഇൻകം. മനസ്സിലായോ? അപ്പോൾ പറഞ്ഞ പോലെ മൈനർ, സ്പൗസിൻ്റെയൊക്കെ പേരിലേക്ക് ഇൻകം ട്രാൻസ്ഫർ ചെയ്താൽ അത് തിരിച്ച് SSCയുടെ പേരിലേക്ക് തന്നെ തിരിച്ച് ആഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്ലബിങ് ഓഫ് ഇൻകം. പിന്നെന്താ? അതുപോലെ ഡീംഡ് ഇൻകംസ്. ഡീംഡ് ഇൻകം മീൻസ് സർട്ടൻ ഐറ്റംസ് ആർ കൺസിഡർ ആസ് ഇൻകംസ്. ആക്ച്വലി ഇൻകം അല്ലെങ്കിലും ഇൻകമായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഡീംഡ് ഇൻകം. ഡീംഡ് മീൻസ് അറിയാമല്ലോ, അസ്യൂംഡ് ടു ബി, അല്ലേ? റിയലി അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ ആണെന്ന് ഡീം ചെയ്യണം. ഇപ്പോൾ ഡീംഡ് ഇൻകത്തിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അൺഡിസ്ക്ലോസ്ഡ്
ക്യാഷ് ക്രെഡിറ്റ്സ്, അൺഡിസ്ക്ലോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ അൺഡിസ്ക്ലോസ്ഡ് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞു വരും. അൺഡിസ്ക്ലോസ്ഡ് മീൻസ് എന്താണ്? റിവീൽ ചെയ്യാത്ത, പുറത്ത് പറയാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പുറത്ത് പറയാത്ത ക്യാഷ് ക്രെഡിറ്റ്സ്, പുറത്ത് പറയാത്ത ഗോൾഡ്, അതുപോലെ പുറത്ത് പറയാത്ത എക്സ്പെൻഡിച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? SSC ഒളിപ്പിച്ച് വെച്ചത്. ഇൻകം ടാക്സിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരു വർഷത്തെ ഇൻകംസ് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് കാണിക്കണം. അങ്ങനെ കാണിക്കാതെ ഡിസ്ക്ലോസ് ചെയ്യാതെ ഒളിപ്പിച്ച് വെച്ച ഇൻകംസ് ഉണ്ടാവും. അത് ഇൻകം ടാക്സ് അതോറിറ്റീസ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ, ഇപ്പോൾ റെയ്ഡൊക്കെ നടത്തിയിട്ട് കുറേ ഗോൾഡ് പിടിച്ചെടുത്തു, പൈസ പിടിച്ചെടുത്തു എന്നൊക്കെ നമ്മൾ സിനിമയിൽ കാണാറില്ലേ? അങ്ങനെ വല്ല അൺഡിസ്ക്ലോസ്ഡ് ഐറ്റംസ് ഡിസ്ക്ലോസ് ചെയ്താൽ അത് ടാക്സ് ചെയ്യുന്നതാണ് എന്ത്? ഡീംഡ് ഇൻകംസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡീംഡ് ഇൻകംസ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. ദെൻ നെക്സ്റ്റ് വൺ റിബേറ്റബിൾ ഇൻകം. റിബേറ്റബിൾ ഇൻകം, ദറ്റ് ഈസ് ഇവിടെ റിബേറ്റ് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക. ഹിയർ ഇറ്റ് ഈസ് അണ്ടർ സെക്ഷൻ 86. അപ്പോൾ 86 പറയുന്ന റിബേറ്റ് എന്ന് പറയുന്നത് ഷെയർ ഇൻകം ഫ്രം AOP. AOP എന്താണെന്നറിയാമല്ലോ? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അപ്പോൾ നമ്മുടെ SSC ഒരു AOPയിലെ മെമ്പറായി അതിൻ്റെ ഭാഗമായിട്ട് വല്ല ഷെയർ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി യു നോ ദാറ്റ് AOPയും ഒരു പേഴ്സൺ തന്നെയാണ് അല്ലേ? പേഴ്സൺ എന്നുള്ള ഡെഫിനിഷനിൽ 7 പേര് വരുന്നുണ്ട്. ഇൻഡിവിജ്വൽ, HUF, AOP, BOI, ഫേം, കമ്പനി എന്ന് പറഞ്ഞാൽ 7 പേര് പറയില്ലേ? അപ്പോൾ AOPയും ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. അപ്പോൾ AOP ഏൺ ചെയ്യുന്ന ഇൻകത്തിന് AOP ടാക്സ് കൊടുക്കും. ഇനി അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ SSCക്ക് കിട്ടിയെന്ന് വെച്ച് SSCയും വീണ്ടും ടാക്സ് കൊടുക്കണോ? ആക്ച്വലി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്താൽ എന്താ? ഒരു ഇൻകത്തിന് ഡബിൾ ടാക്സേഷൻ ആകും. പക്ഷേ SSCയുടെ റിയൽ ടോട്ടൽ ഇൻകം അറിയാൻ വേണ്ടി ആദ്യം ഈ ഇൻകത്തിന് SSCയുടെ അതർ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. മനസ്സിലായോ? അതാണ് റിബേറ്റബിൾ ഇൻകംസ് എന്ന് പറയുന്നത്. അപ്പോൾ റിബേറ്റബിൾ ഇൻകം ഒരൊറ്റ ഐറ്റേ ഉള്ളൂ. സെക്ഷൻ 86 പറയുന്ന റിബേറ്റബിൾ ഇൻകം എന്താണ്? ഷെയർ ഇൻകം ഫ്രം AOP. അപ്പോൾ ഇപ്പം അത് ആഡ് ചെയ്യും. ഇനി പിന്നീട് അതെന്ത് ചെയ്യണം? AOP ടാക്സ് കൊടുത്തതാണല്ലോ എന്ന് വെച്ചിട്ട് മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? SSCയുടെ റിയൽ ടോട്ടൽ ഇൻകം അറിയാൻ വേണ്ടി. SSCക്ക് മൊത്തം എത്ര ഇൻകം കിട്ടി ഒരു വർഷം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഇതും SSCക്ക് കിട്ടിയ ഇൻകം ആണല്ലോ. സോ ഷെയർ ഇൻകം ഫ്രം AOP അങ്ങനെ ഒരു ഐറ്റം കണ്ടാൽ സെക്ഷൻ 86 പ്രകാരം അതും ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് കാണുമ്പോൾ അതെല്ലാം ആഡ് ചെയ്യേണ്ട ഐറ്റംസാണ്. ഓക്കെ, അപ്പോൾ ലോസസ് ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യുന്നത് 3rd സ്റ്റെപ്പ് പറഞ്ഞു. ഇനി ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ, അതായത് മൈനർ ചൈൽഡിൻ്റെ പേർക്കോ സ്പൗസിൻ്റെ പേർക്കോ ഇൻകംസ് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് SSCയുടെ പേർക്ക് ആഡ് ചെയ്യുക. അതുപോലെ അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് ഇൻകംസ് കണ്ടാൽ അത് തിരിച്ച് ആഡ് ചെയ്യുക. അതുപോലെ ഷെയർ ഇൻകം ഫ്രം AOP ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ 4th സ്റ്റെപ്പ്, അഗ്രിഗേഷൻ ഓഫ് ഇൻകം. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ സ്റ്റെപ്സിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് ഇന്ന് തരുന്നത്. ദെൻ നെക്സ്റ്റ് അങ്ങനെ ലോസസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യേണ്ടതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. SSCയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം GTI കിട്ടും. 5 ഹെഡിലുള്ള ഇൻകം ആഡ് ചെയ്തു, ലോസസ് ഒക്കെ മൈനസ് ചെയ്തു, പിന്നെ ഇതുപോലെ മിസലാനിയസ് ആയിട്ടുള്ള ഇൻകംസ്, ക്ലബിംഗ് ഓഫ് ഇൻകം, ഡീംഡ് ഇൻകം ഒക്കെ ആഡ് ചെയ്താൽ ഫൈനലി എന്ത് കിട്ടും? SSCയുടെ GTI കിട്ടും, ഗ്രോസ് ടോട്ടൽ ഇൻകം. ദാറ്റ് ഈസ് ദ 5th സ്റ്റെപ്പ്. ഓക്കെ, അങ്ങനെ GTI കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പെർമിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഡിഡക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സോ ഡിഡക്ഷൻ ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 80. സോ സെക്ഷൻ 80 വരുന്ന ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ 1 2 അല്ല, ഒരു അറൗണ്ട് 30 ഡിഡക്ഷൻസ് വരുന്നുണ്ട്. സെക്ഷൻ 80C, 80CCC, CCD, DDB, EE, JJ, KK, RRB, QQB, TTA എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 30ഓളം ഡിഡക്ഷൻസ് 80 എന്നുള്ള സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണോ SSC ക്വാളിഫൈഡ് അല്ലെങ്കിൽ SSCക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആ ഡിഡക്ഷൻസ് എല്ലാം SSCക്ക് മൈനസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SSC ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ SSCക്ക് സെക്ഷൻ 80C പ്രകാരം അത് ക്ലെയിം ചെയ്യാം. ഇനി മക്കളുടെ ട്യൂഷൻ ഫീസ് അടയ്ക്കണമെങ്കിൽ അത് മൈനസ് ചെയ്യാം. ഹോം ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. മനസ്സിലായോ? ഇനി എവിടെയെങ്കിലും ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ ഇൻകത്തിനെ കുറച്ച് കാണിക്കാൻ പറ്റുന്നതാണ് ഈ ഡിഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഡിഡക്ഷൻ മൈനസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം കുറയുമല്ലോ.
മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ ഇൻകം കുറയുന്നതിനനുസരിച്ച് കൊടുക്കേണ്ട ടാക്സും കുറയും. സോ അപ്പോൾ SSCക്ക് ടാക്സ് കുറയ്ക്കാൻ വേണ്ടി ടോട്ടൽ ഇൻകം കുറയ്ക്കാൻ എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റിയ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് എന്ത്? ഡിഡക്റ്റ് പെർമിസിബിൾ ഡിഡക്ഷൻ. അപ്പോൾ പറഞ്ഞ പോലെ 80 എന്നുള്ള സെക്ഷൻ 80 ഒരു 30ഓളം ഡിഡക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ടോട്ടലി വിളിക്കുന്നതാണ് 80 ഫാമിലി ഡിഡക്ഷൻസ്. ഓക്കെ, സോ അപ്പോൾ അലോ പെർമിസിബിൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80. ഓക്കെ, അപ്പോൾ അതൊരു വലിയൊരു ചാപ്റ്ററാണ്. നമുക്ക് ഈ ഇപ്പോൾ പഠിക്കാനുള്ള സ്റ്റെപ്സിൽ മെയിൻ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ഈ 80 ആണ്, സെക്ഷൻ 80 ഡിഡക്ഷൻസിനെ കുറിച്ചിട്ടുള്ള. ഓക്കെ, ദെൻ അങ്ങനെ GTIയിൽ നിന്ന് 80 ഫാമിലി ഡിഡക്ഷൻസ് മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന എന്താണ്? ടോട്ടൽ ഇൻകം. സോ GTI മൈനസ് ഡിഡക്ഷൻ ടോട്ടൽ ഇൻകം. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഇൻകം കിട്ടും. ദെൻ ടോട്ടൽ ഇൻകത്തിൻ്റെ ഫിഗർ അത് മേ ബി എനി ഫിഗർ അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8,75,263 അല്ലെങ്കിൽ 269, 784 എന്നൊക്കെ പറഞ്ഞ ഫിഗേഴ്സ് വരും. അപ്പോൾ ആ ഫിഗേഴ്സിനെ ടാക്സ് കാണാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യണം? 10ൻ്റെ മൾട്ടിപ്പിളായിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. ഇപ്പോൾ 283 കിട്ടിയാൽ എന്താണ്? 280. മനസ്സിലായോ? 5 5ൽ കൂടുതലോ ആണെങ്കിൽ നെക്സ്റ്റ് മൾട്ടിപ്പിളായിട്ടും 5ൽ കുറവാണെങ്കിൽ മുന്നത്തെ 10ൻ്റെ മൾട്ടിപ്പിളായിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. ഇപ്പോൾ 276 എന്ന് വന്നാൽ അതെന്ത് ചെയ്യണം? 280 എന്ന് എടുക്കും. 43 എന്നാകുമ്പോൾ 40 എന്ന് എടുക്കുള്ളൂ. മനസ്സിലായോ? അങ്ങനെ 10ൻ്റെ മൾട്ടിപ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ടോട്ടൽ ഇൻകത്തിനെ 10ൻ്റെ മൾട്ടിപ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടാക്സ് ലയബിലിറ്റി. SSC എത്ര ടാക്സ് കൊടുക്കണം? അത് എന്തിൻ്റെ ബേസിലാണ്? ടോട്ടൽ ഇൻകത്തിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ടാക്സ് റേറ്റ്സ് ചില ഐറ്റത്തിന് അത് ഏതൊക്കെ ഐറ്റംസ് എന്ന് വെച്ചാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ സബ്ജക്റ്റ് ടു 111A, അതുപോലെ എന്താ ക്യാഷ്വൽ ഇൻകം, ഈ ഐറ്റത്തിനൊക്കെ സ്പെഷ്യൽ റേറ്റ്സ്. മനസ്സിലായോ? അതായത് LTCGക്ക് 20% ടാക്സ് റേറ്റ്, അതുപോലെ STCGക്ക് 15% ടാക്സ് റേറ്റ്, അതുപോലെ ക്യാഷ്വൽ ഇൻകത്തിന് 30% ടാക്സ് റേറ്റ്. അങ്ങനെ സ്പെഷ്യൽ റേറ്റ് അപ്ലിക്കബിൾ ആയിട്ട് ആ ഇൻകം എടുത്ത് അത്രയും പെർസെൻറ്റേജ് ടാക്സ് കാണിക്കാം. ഓക്കെ, പിന്നെ ബാക്കി വരുന്ന എല്ലാ ഇൻകത്തിനും ചേർത്തിയിട്ട് ഓരോ വർഷവും ഫിനാൻസ് ആക്റ്റിൽ ആ വർഷം അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റേറ്റ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് സ്റ്റെപ്പ് സിസ്റ്റമാണ്. മനസ്സിലായോ? അതായത് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ ഒരു ടാക്സ്, അത് കഴിഞ്ഞിട്ടുള്ള ഇൻകത്തിന് വേറൊരു ടാക്സ്. സോ അങ്ങനെ ടാക്സ് റേറ്റിൻ്റെ ബേസിസിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ പെർട്ടിക്കുലർ പോർഷൻ എത്തുമ്പോൾ നോക്കാം. ഓക്കെ, സോ അപ്പോൾ LTCG, STCG, ക്യാഷ്വൽ ഇൻകം പോലുള്ള ഐറ്റത്തിന് സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് കൊടുക്കും. അത് കഴിഞ്ഞ് ബാക്കി എല്ലാ ഇൻകത്തിനും ജനറൽ റേറ്റ്സിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ 9th step. Then next one is less rebate under section 87A up to rupees 12,500 if the total income below rupees 5 lakh. അതായത് ഒന്നുമില്ല, SSCയുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ SSCക്ക് 12,500 റുപ്പീസ് വരെ മൈനസ് ചെയ്യാം. ആ മൈനസ് ചെയ്യുന്നതിനെയാണ് റിബേറ്റ് എന്ന് വിളിക്കുക. നമ്മൾ നേരത്തെ ഒരു റിബേറ്റ് പിടിച്ചു, അതേതായിരുന്നു? സെക്ഷൻ 86. സെക്ഷൻ 86ൽ പറയുന്ന റിബേറ്റ് ഷെയർ ഇൻകം ഫ്രം AOP ആയിരുന്നു. ഓക്കെ, ഇവിടെ പറയുന്ന റിബേറ്റ് സെക്ഷൻ 87A ആണ്. ഓക്കെ, അപ്പോൾ 5 ലക്ഷത്തിൽ കുറവ് ടോട്ടൽ ഇൻകം ഉള്ള SSCസിന് കോമൺ ആയിട്ട് അവർക്ക് എത്ര രൂപ വരെ മൈനസ് ചെയ്യാം? 12,500 റുപ്പീസ് വരെ ടാക്സ് മൈനസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ 10th step ഇൻ ദ ടാക്സ് കമ്പ്യൂട്ടേഷൻ. അങ്ങനെ റിബേറ്റും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സർചാർജ് ആഡ് ചെയ്യുക. സർചാർജ് മീൻസ് ടാക്സ് ഓൺ ടാക്സ് ആണ്. അതായത് ഇൻകം കുറവുള്ളവർക്ക് ഒരു കൺസെഷൻ കൊടുക്കണേനാണ് റിബേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 12,500 റുപ്പീസ് വരെ മൈനസ് ചെയ്ത്. പക്ഷെ നേരെ തിരിച്ച് കൂടുതൽ ഇൻകം ഉള്ളവരിൽ നിന്ന് കൂടുതൽ ടാക്സ് ചാർജ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അഡീഷണലി ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് സർചാർജ് എന്ന് വിളിക്കുക. സോ സർചാർജ് ഇസ് ടാക്സ് ഓൺ ടാക്സ് ആണ്.
മനസ്സിലായോ? ടാക്സിൻ്റെ മുകളിൽ കൊടുക്കുന്ന എഗെയിൻ ടാക്സ് അത് ആരാ കൊടുക്കേണ്ടത്? റിച്ച് പീപ്പിൾ അല്ലെങ്കിൽ ഹൈ ഇൻകം ഉള്ള പേഴ്സൺസാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവർ അഡീഷണലി കൊടുക്കണം. അത് ആർക്കാന്ന് നോക്കി, ടോട്ടൽ ഇൻകം 50 lakhനും 1 crore rupeesനും ഇൻ ബിറ്റ്വീൻ ഉള്ളവർ അവർ കൊടുക്കുന്ന ടാക്സിന് പുറമെ അഡീഷണലി 10% കൂടെ കൊടുക്കണം. അതുപോലെ 1 crore and 2 crore ഇൻ ബിറ്റ്വീൻ ആണ് ടോട്ടൽ ഇൻകം എങ്കിൽ അവർ നോർമലി കൊടുക്കുന്ന ടാക്സിന് പുറമെ 15% കൂടെ അഡീഷണലി സർചാർജ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ലൈക്ക് അതുപോലെ 2 crore to 5 crore rupees ആണെങ്കിൽ അഡീഷണലി 25% സർചാർജ് കൊടുക്കണം. ആൻഡ് എക്സീഡ്സ് 5 crore rupees കൂടുതൽ ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ 37% അഡീഷണൽ ആയിട്ട് ടാക്സ് കൊടുക്കണം. ഓക്കെ, സോ അപ്പോൾ ആ റിച്ച് പേഴ്സൺസിൻ്റെ നിന്ന് കൂടുതൽ ടാക്സ് ചാർജ് ചെയ്യുക, അതുപോലെ എന്താ ലോ ഇൻകം കാറ്റഗറിക്ക് ടാക്സ് കുറച്ച് കൊടുക്കുക എന്നുള്ളതിനാണ് റിബേറ്റ് 87A റിബേറ്റും ഈ സർചാർജൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ 11th സ്റ്റെപ്പ്. അപ്പോൾ ഇതും ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് സെസ് ആഡ് ചെയ്യുക. ഓക്കെ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്നാണ് സെസ്സിനെ വിളിക്കുക. അതായത് ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടി ഈടാക്കുന്ന ടാക്സിനെയാണ് സെസ് എന്ന് വിളിക്കുക. നമ്മുടെ ഇന്ത്യയിൽ സെസ് ചാർജ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് ഹെൽത്ത് സെക്ടർ പ്രൊമോട്ട് ചെയ്യാനും എഡ്യൂക്കേഷൻ സെക്ടർ പ്രൊമോട്ട് ചെയ്യാനും എല്ലാ സിറ്റിസൻസിൻ്റെ നിന്നും ഒരു 4% അഡീഷണലി ടാക്സ് ചാർജ് ചെയ്യും. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ട് ചെയ്ത ടാക്സിൻ്റെ മുകളിൽ 4% അത് എല്ലാവരും കൊടുക്കണം. റിച്ച് അല്ലെങ്കിൽ ലോ ഇൻകം എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല. സോ ദാറ്റ് ഈസ് ദ 12th സ്റ്റെപ്പ്. ആൻഡ് അങ്ങനെ ഈ സർചാർജും സെസ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതാണ് നെറ്റ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്? ബാലൻസ് എന്തായിരിക്കും? ആ ടോട്ടലിനെ എന്ത് വിളിക്കുക? നെറ്റ് ടാക്സ് ലയബിലിറ്റി. Then next step, less rebate under section 86. 86 rebate ഓർമ്മയുണ്ടല്ലോ, ഷെയർ ഇൻകം ഫ്രം AOP. അസസ്ഡ് റിയൽ ടോട്ടൽ ഇൻകം അറിയാൻ വേണ്ടി നമ്മൾ അഗ്രിഗേഷൻ ഓഫ് ഇൻകത്തിൽ വെച്ച് റിബേറ്റബിൾ ഇൻകം ആഡ് ചെയ്തു. എന്നിട്ട് ടാക്സ് ഒക്കെ കണ്ട ശേഷം എന്ത് ചെയ്യണം? ഈ ഷെയർ ഇൻകത്തിന് AOP ഓൾറെഡി ടാക്സ് കൊടുത്തതാണല്ലോ എന്ന് വെച്ച് ഇനി എഗെയിൻ SSC കൊടുക്കണ്ട എന്ന് വെച്ച് അതിനെ മൈനസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി കൊടുത്ത ഇൻകത്തിന് ഇനിയും ടാക്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം അത് ആഡ് ചെയ്തു, ഇവിടെ വെച്ച് നമ്മൾ മൈനസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ലെസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 86. ദെൻ ലെസ് റിലീഫ് അണ്ടർ സെക്ഷൻ 89. റിലീഫ് എന്ന് പറഞ്ഞാൽ ഈ സർചാർജ് കൊടുക്കുന്നവർക്ക് ഒരു ചെറിയൊരു കൺസിഡറേഷൻ കൊടുക്കുന്നതാണ് റിലീഫ്. ഓക്കെ, റിലീഫിൽ ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് 89. അതിന് സ്പെസിഫിക് ഫോർമുലാസ് ഒക്കെ ഉണ്ട് റിലീഫിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ. നമുക്ക് ആ പെർട്ടിക്കുലർ പോർഷൻ എടുക്കുമ്പോൾ ഡീൽ ചെയ്യാം. സോ റിലീഫും കൂടെ മൈനസ് ചെയ്യുക 89 പ്രകാരം. സോ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ബാലൻസിനെയാണ് ഗ്രോസ് ടാക്സ് പേയബിൾ എന്ന് വിളിക്കുക. പിന്നെ ഈ ഗ്രോസ് ടാക്സ് പേയബിളിൽ നിന്ന് TDS എന്തെങ്കിലും ഉണ്ടെങ്കിലും മൈനസ് ചെയ്യുക. TDS അറിയാലോ, ഇപ്പോൾ ലോട്ടറി ഇൻകത്തിനൊക്കെ ലോട്ടറി ഇൻകത്തിനൊക്കെ ടാക്സ് പിടിച്ചിട്ടാണ് ബാക്കി ഇൻകമേ ഓരോ വിന്നേഴ്സിൻ്റെ കയ്യിലും കൊടുക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നിങ്ങൾ അതർ സോഴ്സിൽ വെച്ച് പഠിച്ചിട്ടുണ്ടാകും. അതിനെ തിരിച്ച് ഗ്രോസപ്പ് ചെയ്യും, അതിനെ ഫുൾ എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ ഈ റിബേറ്റബിൾ ഇൻകം പറഞ്ഞ അതേ മെക്കാനിസം തന്നെയാണ്. അസസ്ഡ് റിയൽ ടോട്ടൽ ഇൻകം അറിയാൻ വേണ്ടിയിട്ട് അതിനെ ആദ്യം ആഡ് ചെയ്യണു, പക്ഷെ ഓൾറെഡി അതിന് ടാക്സ് കൊടുത്താണല്ലോ എന്ന് വെച്ചിട്ട് അത് ഇവിടെ വെച്ച് മൈനസ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ ആ ക്യാഷ്വൽ ഇൻകം പോലെ എന്തെങ്കിലും TDS എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന് ഓൾറെഡി ടാക്സ് കൊടുത്താണല്ലോ എന്ന് വെച്ച് ഇവിടെ വെച്ച് മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് ലെസ് TDS. സാലറിക്ക് TDS ഉണ്ടാകും, ചില ഇൻട്രസ്റ്റുകൾക്ക് TDS ഉണ്ടാകും, അതുപോലെ ക്യാഷ്വൽ ഇൻകത്തിനൊക്കെ TDS ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് മൈനസ് ചെയ്യാം. ഓക്കെ, സോ അത് പിന്നെന്താ? അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യും. ചില SSCs എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റിട്ടേൺ ഫയലിന് എത്രയോ മുന്നേ തന്നെ ടാക്സ് കൊടുത്തു വയ്ക്കും ഇൻ അഡ്വാൻസ് ആയിട്ട്. അങ്ങനെ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്തതെന്ന് മൈനസ് ചെയ്യാം. എന്നിട്ട് ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. സോ അങ്ങനെ അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ നെറ്റ് ടാക്സ് പേയബിൾ. ഈ നെറ്റ് ടാക്സ് പേയബിളും ചിലപ്പോൾ റൗണ്ട് ഫിഗർ ആയിരിക്കില്ല. 786, 739 അല്ലെങ്കിൽ 642 എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഫിഗേഴ്സ് ആയിരിക്കും. അതിനെന്ത് ചെയ്യുക? 10ൻ്റെ നിയറസ്റ്റ് മൾട്ടിപ്ലൈ ആയിട്ട് റൗണ്ട് ചെയ്യുക. മനസ്സിലായി? ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ടാസ്ക് ഇൻ ദ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു SSC എത്ര ടാക്സ് കൊടുക്കണം എന്നുള്ളത് കിട്ടുക. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റാണ്. ഇതിൽ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷനൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കില്ല. സോ ബേസിക് ആയിട്ടുള്ള ഒരു ടാക്സ് കമ്പ്യൂട്ടേഷൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ സ്റ്റെപ്സ് മിനിമം ഇത്രയെങ്കിലും വരും. ഓക്കെ, അപ്പോൾ ഈ ഓരോ സ്റ്റെപ്സുമാണ് ഇനി നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സായിട്ട് പഠിക്കുന്നത്.
അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഏതെടുക്കും, നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് അറിയാലോ ഫസ്റ്റ് 2 സ്റ്റെപ്സ് നിങ്ങൾ 5th സെമ്മിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ സ്റ്റെപ്സ് ഒന്ന് നീറ്റായിട്ട് എഴുതി വയ്ക്കുക. അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഈ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു.